നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യണ സച്ചിൻ രേവതി സത്യം പറയടാ, എന്തിനാ വർഷ കരഞ്ഞോണ്ട് പോയത്? ഒരു കാര്യമില്ലാതെ വർഷം ഇങ്ങനെയും ചെയ്യില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. ആ സമയം രേവതി പറഞ്ഞു, ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, അവൾക്ക് എന്തോ കാര്യമായിട്ട് മാറ്റമുണ്ട്. അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്തോ പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് തോന്നേ. ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് സത്യമായിട്ടും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? സച്ചി പറഞ്ഞു, ഇതേ എന്റെ പെങ്ങളൂട്ടി അവളെ എങ്ങാനും നീ ഏതേലും കാര്യത്തിൽ വിഷമിപ്പിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. നിനക്കറിയാലോ, നിന്നെ വിശ്വസിച്ച് നിന്നോടൊപ്പം ഇറങ്ങി പോന്നവളാ അവള്. അവളുടെ അച്ഛൻ അവളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എങ്ങാനും വന്ന് കണ്ടാലായി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നീയും കൂടെ അവളെ വേദനിപ്പിക്കരുത്. എന്റെ സച്ചേട്ടൻ, ഞാൻ സത്യമാ പറയണേ, എനിക്ക് എന്താ കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കരയുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, തൽക്കാലത്തേക്ക് നിന്നെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധി വന്നിട്ട് സച്ചിയെ വിളിച്ചു, എടാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് വിളിക്കണം. എന്താ കാര്യം? വരാൻ പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. പിന്നെ അല്ലെ ശ്രീകാന്തും കയറി ചെന്നു. അങ്ങനെ ടെറസിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 3 കുപ്പി ബിയറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നാടാന്നും പറഞ്ഞുകൊണ്ട് 2 അവന്മാർക്കും എടുത്ത് കൊടുക്കുവാണ്. ഇത് കണ്ടപ്പോ സച്ചി പറഞ്ഞു, ഇനിയിപ്പൊ ബിയർ മേടിച്ചത് ഞങ്ങളാന്നും പറഞ്ഞോണ്ട് ഞങ്ങളുടെ തല കുറ്റം കെട്ടി വെക്കുവോ നീയെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുടിച്ചോണ്ടിരുന്ന സമയത്താണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു സുധിക്ക്. സുധി കരയാൻ തുടങ്ങി. നീ എന്തിനാടാ കരയണേ? എങ്ങനെ കരയാതിരിക്കും എന്റെ സച്ചി? എന്റെ ജീവിതം തകർന്നു പോയില്ലേ? ശ്രീകാന്ത് പറഞ്ഞു, സുധിയേട്ട ജീവിതം ഒന്നും തകർന്നു പോയിട്ടില്ല. പോയി ശ്രുതിയടുത്തേ വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കണ്ടേ? എടാ, നിന്റെ ജീവിതമാണ്, നീയാണ് തീരുമാനം എടുക്കണ്ടേ. അമ്മയുടെ മുന്നിൽ നീ മിണ്ടാതെ ഉരിയാടാൻ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അമ്മയോട് നീ കാര്യകാരണ സഹിതം വ്യക്തമാക്കണം. അമ്മയോട് നീ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അവളെ വിളിച്ചോണ്ട് വരണം എന്നൊക്കെ. അത് കേട്ടപ്പോ സുധി പറഞ്ഞു, അതിന് അമ്മ സമ്മതിക്കണ്ടേ? അതെ, അമ്മ സമ്മതിച്ച് കൂട്ടിക്കൊണ്ട് വരില്ല. ഇനിയിപ്പൊ അമ്മ അവളുടെ കയ്യെ പിടിച്ച് എന്റെ മോൻ ഇവളോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് പറയുന്നു കരുതിയിട്ടാണോ ഇരിക്കുന്നേ? അത് ഈ ജന്മത്തെ ചിന്തിക്കണ്ട. അങ്ങനെ ഒരു കാര്യമേ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സുധിയേട്ടൻ ഒരു കാര്യം ചെയ്യണം. ജീവിക്കണം എന്നുണ്ടെങ്കിൽ പോയി പാർലടുത്തേ വിളിച്ചോണ്ട് വരണം. അല്ല, അവൾ എന്നെ ചതിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞ് വീണ്ടും കരയാണ്. അയ്യേ, കരയണു. നാണക്കേട്. ഇങ്ങനെയുണ്ടോ? ആണുങ്ങൾ കരയാൻ പാടില്ല സുധിയേട്ട, അത് സുധിയേട്ടൻ അറിയില്ലെന്ന് ചോദിച്ചു. അതൊക്കെ പറയും, പക്ഷെ സങ്കടം വന്നു കഴിയുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവൾ എന്നോട് ചെയ്ത് ചതിയല്ലേ? അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, അല്ല സുധിയേട്ടൻ ചതിച്ചില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനുമുമ്പ് നീലിമ എന്ന് പറയുന്നൊരു പെണ്ണോടൊപ്പം ജീവിച്ചിട്ട് എന്നിട്ട് ഒടുവിൽ എന്താ കാണിച്ചത്? എന്നിട്ട് ആ ചതിയും കാര്യങ്ങളൊക്കെ പാർലടുത്തി പുറത്തില്ലേ? കൂടെ ജീവിക്കാൻ തയ്യാറായില്ലേ? അതെന്തുകൊണ്ടാ? സുധിയേട്ടനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ. അതെന്താ സുധിയേട്ടൻ മനസ്സിലാക്കാത്തെ? അത് കേട്ട് കഴിഞ്ഞപ്പം സുധി ഒരു നിമിഷം ആലോചിക്കുമ്പോഴത്തേനും സച്ചി പറഞ്ഞു, എടാ ശ്രീകാന്തെ, നീ അവളെ അത്രയ്ക്ക് അങ്ങോട്ട് പുണ്യവതിയൊന്നും ആക്കണ്ട. അവളുടെ സ്വഭാവമൊക്കെ എനിക്ക് കുറേയൊക്കെ അറിയാം. എന്തോ തരികയുടെ സ്വഭാവമുണ്ട്. ഉദ്ദേശിച്ച പോലൊന്നും അല്ല. സുധീനെ ഇഷ്ടമാന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ എങ്കിൽ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ അവൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ ഫ്രോഡ് തന്നെ അവള്. പക്ഷെ അതെന്താന്ന് എനിക്ക് അറിയില്ലാത്ത. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, അപ്പൊ സച്ചേട്ടൻ പറയുന്നേ പാർലടത്തിനെ വിളിച്ചോണ്ട് വരണ്ടെന്നാണോ? വിളിച്ചോണ്ട് വരണ്ടെന്ന് ഞാൻ പറയത്തില്ല. അതൊക്കെ സുധിയുടെ ഇഷ്ടം. അവൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും സുധി പറഞ്ഞു, അവൾ എന്നെ ചതിച്ചു, അവൾ എന്നോട് വഞ്ചന കാണിച്ചു എന്നൊക്കെ പൊലിമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവില് സച്ചി പറഞ്ഞു, അതെ, നീ ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ഇറങ്ങി പോവാന്ന് പറഞ്ഞു. അയ്യോ, പോകുവാണോ? ആ ബിയറിന്റെ പൈസ എങ്കിലും തന്നിട്ട് പോകും. പൈസയാ? ഹാ, അത് കൊള്ളാലെ, ഇപ്പൊ തരാന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്തിനെ സച്ചി സുധിയെ പിടിച്ച് ഇടിക്കാനായിട്ട് തുടങ്ങണം. അപ്പോഴേക്കും ശ്രീകാന്ത് സച്ചിയെ പിടിച്ചോണ്ട് പോവാണ്. അയ്യോ, സച്ചിയേട്ട ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞോണ്ട് അവന് പൈസ വേണം പോലും. ആ സമയം സുധി പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ബിയറിന്റെ പൈസയും പോയി. അതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വല്ലാത്ത ടെൻഷനിൽ വർഷം മുറിയിലിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ സൂക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ചതി, ഈ പ്രസവിക്കാന്ന് പറഞ്ഞ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. താൻ മരിച്ചു പോകത്തുള്ളൂ. തനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. എന്താ ചെയ്യണ്ടേ? ആരോടും ഈ വീട്ടിൽ പറയാൻ പറ്റില്ല താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഒടുവിലെ വർഷം ആലോചിച്ചു, ഒരു കാര്യം ചെയ്താലോ? ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയാലോ? അബോർട്ട് ചെയ്താലോ? അധിക ദിവസമൊന്നും ആയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലറിയും. എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാലോ? ഇപ്പോഴാകുമ്പോൾ മെഡിസിൻ കഴിച്ചാൽ പോയിക്കോളും. അത് കൊള്ളാം, നല്ലൊരു ഐഡിയ തന്നെയാ. അങ്ങനെയാണെങ്കിൽ മെഡിസിൻ കഴിക്കാം. പക്ഷെ ഒരു കാര്യം, മെഡിസിന്റെ പേരറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാന്ന് ഓർത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് പേരെടുക്കണം. ഇത് മതി, ഇതുമായിട്ട് നാളെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിസിൻ വാങ്ങണം. അപ്പൊ
അപ്പോഴേക്കും വർഷയ്ക്ക് വല്ലാത്തൊരു വിഷമമായി. തന്റെ വയറ്റിൽ ആദ്യമായിട്ട് വളരുന്ന കുഞ്ഞാണ്. കുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. ഈ അമ്മയ്ക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ, അമ്മയ്ക്ക് പേടിയായതുകൊണ്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. കുഞ്ഞുങ്ങളോട് എനിക്ക് സ്നേഹം തന്നെയാണ്. പക്ഷെ എനിക്ക് പ്രസവിക്കാൻ പേടിയായിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടിലേക്ക് ഇരുന്നിട്ട് വിതുമ്പി അവിടെ ഇരുന്ന് കരയുവാണ്. ആ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളെന്തിനായിരുന്നു കരയണേ? ദൈവമേ, തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കടിച്ചു കയറാൻ ദേഷ്യമായിട്ട് വരും. ആകെപ്പാടെ ടെൻഷനായി. ഇനി ഇവിടെ കിടന്നാൽ ശരിയാകത്തില്ല. അപ്പുറത്തെവിടെയെങ്കിലും പോയി കിടക്കാൻ നല്ലത്. ബെഡ്ഷീറ്റും തലവേണ എടുത്തോണ്ട് പോവാം എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ബെഡ്ഷീറ്റും തലവേണ എടുത്തോണ്ട് അവളെന്നും വർഷേനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് വർഷം മനസ്സ് വിചാരിച്ചു, ഇവനെ നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ തനിക്ക് ഇന്നീ ഗതികേട് ഉണ്ടാവത്തില്ലായിരുന്നു. ഇവനെ പുറത്ത് കിടത്തിയാൽ മതിയായിരുന്നു. തന്റെ കുറ്റം താൻ നോക്കേണ്ടതായിരുന്നു എന്നൊക്കെയായിരുന്നു വർഷയുടെ മനസ്സിലെ ചിന്തകള്. പിന്നീട് വർഷ എന്ത് ചെയ്തു? മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവാണ്. എങ്ങനെയെങ്കിലും ആ മെഡിസിൻ വാങ്ങിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർഷയുടെ മനസ്സിൽ. നേരം വെളുക്കാൻ വേണ്ടി വർഷ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ മെഡിക്കൽ സ്റ്റോർ ചെന്നിട്ട് ഫോണിനകത്ത് മെഡിസിൻ കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും അവർ ചോദിച്ചു, അല്ല ഇത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അതെ, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാ. അതോ മറ്റാർക്കേലും വേണ്ടിയാണോ? അല്ല, എനിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മെഡിക്കൽ സ്റ്റോറിലെ പെൺകുട്ടി പറഞ്ഞു, മേഡം ഇതങ്ങനെ തരാൻ പറ്റില്ല. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു. അതൊന്നും ഇല്ല. എങ്കിൽ പിന്നെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടോ വർഷം പറഞ്ഞു, അതെ എനിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മെഡിക്കൽ സ്റ്റോർ തുറന്നു വെച്ചിരിക്കുന്ന മെഡിസിൻ വിൽക്കാനല്ലേ, പിന്നെ എനിക്ക് തന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ തരാൻ പറ്റില്ല, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. അതെ 10 ഇരട്ടി വില ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, മേഡം അതുകൊണ്ട് മാത്രമല്ല, ഈ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാതെ വരും. അങ്ങനെ നിൽക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചിലപ്പോൾ വഴിതെളിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. കൂടുതൽ വീഴ്ചകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മേഡത്തിന് മരണം വരെ സംഭവിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം ഒന്ന് ഞെട്ടി. ഏറ്റവും നല്ല മാർഗം വീട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണുന്നതാണ്. അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വർഷം ഇങ്ങനെ ആലോചിക്കുക, എന്താ മേഡം, മേഡത്തിന് വീട്ടിലെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? ഇല്ല. അല്ല, മാഡത്തിന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. അതെന്താ? എനിക്ക് പ്രസവിക്കാൻ പേടിയാ. അതാണോ? ആ പെൺകുട്ടി അങ്ങോട്ട് ചിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് മെഡിസിൻ തരാൻ പറ്റുമല്ലോ? തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദേഷ്യത്തോടെ വർഷം അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും രേവതി അയാളോടെ വരുന്നേ. വർഷയെ കണ്ടപ്പോൾ പെട്ടെന്ന് രേവതി സ്കൂട്ടി നിർത്തി. വർഷയോ, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിലോ. മെഡിക്കൽ സ്റ്റോറിലോ? അത് ഇവിടെ. അല്ല, എന്താ ഇവിടെ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ കിടന്നേ? അതെ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇതിലൂടെ പോയപ്പം ഞാൻ ഇവിടെ കയറിയതാ. അല്ല, നിനക്ക് ടൗണിൽ നിന്ന് മേടിച്ചാൽ പോരായിരുന്നോ? ഇതുവഴി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഒരു ആർട്ടിസ്റ്റിനെ കാണാനായിട്ട് ഇവിടെ വരെ വരണമായിരുന്നു. അപ്പം ഇവിടുന്ന് മേടിക്കാമെന്ന് കരുതി. അല്ല, നീ ഇനി എങ്ങനെ പോകുന്നേ? ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം. എങ്കിൽ നീ കയറ്, നിന്നെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി പോയിക്കോ. അതെ, എനിക്ക് അവിടെ 1-2 അടുത്ത് പൂ കൊടുത്ത് പൈസ മേടിക്കാണ്ട്, അപ്പം ഞാനത് വാങ്ങിച്ചോളാം, നീ കയറാൻ പറഞ്ഞു. വേണ്ട ചേച്ചി, ചേച്ചി പോയിക്കോ. പക്ഷെ രേവതി പോകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വർഷം അടുത്ത നമ്പർ ഇട്ടു. അത് പിന്നെ ഉണ്ടല്ലോ ചേച്ചി, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? അതെ, ഞങ്ങളുടെ അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ ഗിഫ്റ്റ് മേടിച്ച് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുക. അതിപ്പോഴും ഞാൻ ഓർത്തെ, അത് എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. ചേച്ചി പോയിക്കോ, ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയി ഗിഫ്റ്റ് കൊടുത്ത് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളാം. രേവതി പറഞ്ഞു, അതാണോ കാര്യം? നീ കയറ്. എനിക്കിപ്പോൾ എന്തായാലും പെട്ടെന്ന് പൂവിൻ്റെ പൈസ മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. വർഷയ്ക്കാണ് ദേഷ്യവും സങ്കടം വന്നു. രേവതി പോവില്ലെന്ന് മനസ്സിലായി. പെട്ടെന്ന് വർഷ പറഞ്ഞു, അതെ ചേച്ചിയോട് പോകാനല്ല പറഞ്ഞേ, ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. ആ സമയം രേവതി ഓർത്തു, ഇവൾക്ക് ഇത് എന്തു പറ്റി? ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ലോ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് ചന്ദ്രമതിയെ കാണാനായിട്ട് ഭാമ വീട്ടിലേക്ക് വരുവാണ്. രവീന്ദ്രൻ ഉണ്ടായിരുന്നു. ഭാമയെ ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി ഇറങ്ങി വന്നു. എന്താ ഭാമേ, ഇതെന്ത് പറ്റി? നീ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന പോലും ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ രവീന്ദ്രനുള്ളതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെറുതെ ഭാമ പറഞ്ഞു, ഞാൻ വെറുതെ വന്നാന്ന് പറഞ്ഞു. വെറുതെയോ? അതെ. അപ്പോഴേക്കും ഭാവന ചന്ദ്രമതിക്ക് തോന്നി എന്തോ കാര്യമായിട്ട് സംസാരിക്കണ്ടെന്ന്. എങ്കിൽ നീ വന്നാ നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് സംസാരിക്കാതിരിക്കണ്ട, ഞാൻ അങ്ങോട്ട് മാറി തന്നേക്കാന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ചന്ദ്രമതി എന്താ ഭാമ, കാര്യം എന്താ? അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ ശ്രുതിക്ക് വേണ്ടി ഒരു ഏലസ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏലസോ? അപ്പോഴേക്കും ഭാമയെ കയ്യിലിരുന്ന് ഏലസ് അങ്ങോട്ട് കൊടുക്കുവാണ്. അത് ശ്രുതി കൊടുത്തുവിട്ട് ഏലസാന്ന് ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ. അല്ല, ഇതെവിടുന്ന? ഞാൻ ക്ഷേത്രത്തിൽ രാവിലെ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, അപ്പൊ അദ്ദേഹം തന്ന. അതെ, മുമ്പ് നമ്മൾ ഏലസ് വാങ്ങിയില്ലേ, അതിനേക്കാൾ നല്ല
ശക്തിയുള്ളത് ഈ ഏലസിന്. അപ്പൊ അതുകൊണ്ട് നീ ഇത് കൊണ്ട് സുധീരയായി കെട്ടിക്കൊടുക്കുക, എത്രയും പെട്ടെന്ന് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമായി. ചന്ദ്രമതി പറഞ്ഞു, ഞാനിത് കൊണ്ട് കെട്ടിക്കൊടുക്കാം. അല്ല, നീ ഇരിക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ ഇറങ്ങിയേക്കുക, എനിക്ക് അല്പം ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് തരാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ഇറങ്ങി. ഇറങ്ങുന്ന സമയത്ത് ഭാമയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ചന്ദ്ര, എന്നോട് നീ ക്ഷമിക്ക്, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാമ പോകുന്നത്. ഈ സമയം ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടുകൂടി സുധിയുടെ മുറിയിലേക്ക് എല്ലുവാണ്. അപ്പൊ സുധി ഷോപ്പിൽ പോകാനും റെഡി ആയിക്കൊണ്ടിരിക്കുക. സുധിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോനെ നീ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങണം. അതെ, നേരത്തെ കാലത്തൊക്കെ പോണം കേട്ടോ, കാര്യങ്ങളൊക്കെ നല്ല കൃത്യതയോടെ നടത്തണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. എങ്കിൽ മോൻ്റെ ഒരു കാര്യം ചെയ്യേ, ഈ ഏലസ് കൂടെ കെട്ടിക്കൊണ്ട് പോയിക്കോ. ഏലസോ? ഇനിയുമോ? ഒരേലസ് കെട്ടിയിട്ടുണ്ടല്ലോ. അതുപോലെ ഇതുകൂടെ കെട്ടണം. അല്ല, ഇതെവിടുന്നാ? ഇതേ ഭാമാൻറ്റി ഇന്ന് രാവിലെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് നിനക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നാടാ മോനെ, ഇത് കെട്ടണമെന്ന് പറഞ്ഞു. സുധിയാണെങ്കിൽ ആകെപ്പാടെ വല്ലാതൊരവസ്ഥയില് ചന്ദ്രമതിയെ നോക്കുവാണ്, ഇനി ഏലസം എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.